നമസ്കാരം. അവസാനം അഴിമതി കേസിൽ ജയിലിലേക്ക് തന്നെ കോൺഗ്രസ്സുകാരനെ സർക്കാർ എന്തിനാണ് ഒരു സംരക്ഷണ കവചം തീർക്കുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാകുന്നു. അതുകൊണ്ട് തന്നെ അവസാനം ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. കേസ് എന്ന് പറയപ്പെടുന്ന കശുവണ്ടി അഴിമതിയാണ്. പക്ഷെ അവിടെ CBI പ്രതികളെന്ന് കണ്ടിട്ടും സർക്കാരിന് മാത്രം എന്താ ബോധ്യപ്പെടാത്തത് എന്ന് ചോദിക്കേണ്ടി വന്നിരിക്കുന്നു കോടതിക്ക്. അഴിമതിക്കാരെ ഇങ്ങനെ വെളുപ്പിക്കുവാൻ നോക്കേണ്ട എന്നുള്ള താക്കീത് കൂടി നൽകിയിരിക്കുകയാണ് കോടതി ഇപ്പോൾ സർക്കാരിന്. ആരെ സംരക്ഷിക്കുവാനാണ് ഈ ഒളിച്ചുകളി എന്നുള്ളത് പറയുക? കശുവണ്ടി അഴിമതി കേസിൽ കോടതിയെ ലക്ഷ്യം വ്യക്തമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിട്ടും R ചന്ദ്രശേഖരനും രതീഷിനും രക്ഷാകവചമൊരുക്കുന്ന പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുവാനുള്ള അനുമതി നിഷേധിച്ച സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. സർക്കാരിന്റെ നടപടി അത് കോടതിയോടുള്ള അനാദരവാണ് എന്നും ഇത് വ്യക്തമായിട്ടുള്ള കോടതി അലക്ഷ്യമാണ് എന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചിരിക്കുന്നു. തെറ്റുതിരുത്താൻ ഒരു അവസരം കൂടി നൽകിയിട്ടും സർക്കാർ പഴയ നിലപാട് തുടരുകയാണ് എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ അനുമതി നൽകുവാനുള്ള അധികാരം കോടതിക്ക് ലഭിക്കണമെന്നും ഇതിനായിട്ട് നിയമ ഭേദഗതി അനിവാര്യമാണ് എന്നും അഴിമതി അവസാനിപ്പിക്കുവാനുള്ള ഏക പരിഹാരം ഇതാണ് എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രതികളായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള R ചന്ദ്രശേഖരൻ കൂടാതെ മുൻ MD ആയിട്ടുള്ള K രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ അനുമതി വേണമെന്ന CBIയുടെ ആവശ്യമാണ് സർക്കാർ തുടർച്ചയായിട്ട് നിരാകരിക്കുന്നത്. സർക്കാരിന്റെ ഈ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് പൊതുപ്രവർത്തകനായിട്ടുള്ള മനോജ് കടകംപള്ളി സമർപ്പിച്ച കോടതി അലക്ഷ്യ ഹർജി അത് പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ വളരെ കൃത്യമായിട്ടുള്ള പരാമർശങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്നത്. അഴിമതി നടന്നിട്ടില്ല എന്നും പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIയുടെ പക്കൽ തെളിവുകൾ ഇല്ല എന്നുമാണ് ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. എന്നാൽ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ തുടരുന്ന ഒളിച്ചുകളിയിൽ ഹൈക്കോടതി നേരത്തെയും ഇതുപോലെ തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ആരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന സർക്കാർ അഴിമതി കേസിലെ പ്രതികളെ എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി കോടതിക്ക് ചോദിക്കേണ്ടി വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കോടതി ഉന്നയിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനുള്ള ബാധ്യത സർക്കാരിനില്ലേ? അത് സർക്കാർ ചെയ്യുന്നുണ്ടോ? CBI കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിട്ടും സർക്കാരിനെ മാത്രം അത് ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്നും നിയമത്തെ അംഗീകരിക്കുന്ന നിലപാടാണ് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി കോടതി ഓർമ്മിപ്പിക്കുകയായിരുന്നു സർക്കാരിനെ. പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ അനുമതി നിഷേധിക്കുന്നത് തുടർന്നാൽ അഴിമതിക്കാരെ സർക്കാർ സംരക്ഷിക്കുകയാണ് എന്ന് ഉത്തരവിൽ രേഖപ്പെടുത്തേണ്ടി വരുമെന്ന് തന്നെയാണ് ഹൈക്കോടതി നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിരുന്നത്. CBI സമർപ്പിച്ച തെളിവുകൾ അപര്യാപ്തമാണ് എന്നും ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയിട്ടില്ല എന്നുമാണ് സർക്കാരിന്റെ വാദം. പക്ഷെ അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ അനുമതി നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഹർജിയിൽ വാദം പൂർത്തിയാക്കി ഹൈക്കോടതി വിധി പറയാനായി മാറ്റിയിരിക്കുന്ന വേളയിലാണ് ഹൈക്കോടതി വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നതും സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നു. അവിടെയാണ് അഴിമതി കേസിൽ ജയിലിൽ പോകേണ്ട R ചന്ദ്രശേഖരനെ പോലുള്ള രതീഷിനെ പോലുള്ളവരെ സർക്കാർ സംരക്ഷിക്കുകയാണ് എന്നുള്ള വാദം ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി സർക്കാർ, അതായത് ഈ അഴിമതിക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാരായിട്ടുള്ള R ചന്ദ്രശേഖരനെ പോലുള്ളവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനുണ്ടോ? അങ്ങനെ ഉള്ളത് കൊണ്ടാണോ ഇവരെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നത്? അതല്ല എങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പോൾ ഇവിടെ കോടതി ചോദിക്കുന്ന ചോദ്യം എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ സംരക്ഷിക്കുന്നത്? ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒളിച്ചുകളി നടത്തുന്നത്? കശുവണ്ടി അഴിമതി കേസിൽ കോടതി ലക്ഷ്യം വ്യക്തമെന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുമ്പോഴും R ചന്ദ്രശേഖരനും രതീഷിനും രക്ഷാകവചം ഒരുക്കുന്ന പിണറായി സർക്കാരിനെതിരെയാണ് രൂക്ഷ വിമർശനവുമായിട്ട് ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും വെളുപ്പിച്ചു കാണിക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തായാലും കോൺഗ്രസുകാർക്ക് വേണ്ടിയിട്ടായിരിക്കില്ല R ചന്ദ്രശേഖരനെ വെളുപ്പിച്ചു കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മറ്റെന്തോ ഒരു ഗൂഢാലോചന അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അഴിമതി കേസിലായിട്ടുള്ളവരെ വളരെ കൃത്യമായിട്ടും ജയിലിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിലപാട് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ആ നയത്തിൽ നിന്നും ഒരു തരത്തിലും നയവ്യതിയാനം ഉണ്ടാകാതിരിക്കേണ്ടത് ആ പാർട്ടിയെ നയിക്കുന്ന, ആ പ്രസ്ഥാനത്തെ നയിക്കുന്ന, ആ സർക്കാരിനെ നയിക്കുന്ന മേൽത്തട്ടിലുള്ളവരാണ്. അപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിനകത്ത് വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. കോൺഗ്രസ്സുകാരനെ സംരക്ഷിച്ചു നിർത്തുകയോ അവർക്ക് രക്ഷാ കവചം ഒരുക്കുകയോ ചെയ്യേണ്ട ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനില്ല. പിന്നെ എന്തിനാണ് ഇവരെ സഹായിക്കാൻ ശ്രമിക്കുന്നത് എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പറയുന്ന R ചന്ദ്രശേഖരനും രതീഷുമൊക്കെ ജയിലറകൾക്ക് ഉള്ളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.